മഞ്ജുട്ടി, ശ്രീകൃഷ്ണ ജയന്തിയായിട്ട് അമ്പലത്തിൽ പോവണ്ടേ? നിന്റെ അമ്മ എവിടെ? അമ്മ ഐശുവിന്റെ ഉറക്കം തൂങ്ങല് മാറ്റാനുള്ള ഭഗീരഥ പ്രയത്നത്തിലാച്ചാ. ഞാനല്ലേ അവളെ കുറച്ചു മുമ്പേ വിളിച്ചുണർത്തിയത്. എഴുന്നേറ്റിരിക്കുകയും ചെയ്തൂലോ. ഞാൻ അതിനു മുമ്പേ വിളിച്ചതാണ്. അന്നേരം പല്ലിയേക്കാൻ പോവുകയും ചെയ്തു. അതവളുടെ ഇപ്പോഴത്തെ അടവാച്ചാ. ആര് വിളിച്ചാലും അങ്ങ് എഴുന്നേക്കും. എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് അവര് പോയി കഴിയുമ്പോ നേരെ പോയി വീണ്ടും കിടന്നുറങ്ങും. അമ്പടി ഭയങ്കരി. ആഹാ, അപ്പൊ അങ്ങനെയാണെങ്കിൽ മാമി ഇപ്പൊ വിളിച്ചുണർത്തിയിട്ട് മാറുമ്പോഴത്തേക്കും അവള് വീണ്ടും കിടക്കില്ലേ? ഇല്ല, അമ്മ നേരെ എടുത്തോണ്ട് പോയി ബാത്റൂമിൽ നിർത്തിയിട്ട് മുഖ കഴിച്ചു. അതെന്തായാലും നന്നായി. നേരത്തെ പോയിരുന്നെങ്കിൽ നേരത്തെ വരായിരുന്നു. അമ്പലത്തിൽ നിന്ന് നല്ല തിരക്കുള്ള ദിവസമാണ്. അശ്വിനെ, ഇപ്പോഴാണല്ലോ ഞാൻ നിന്നെ ശ്രദ്ധിച്ചത്. നീ എന്താണ് ജീൻസിലൊക്കെ? അമ്പലത്തിൽ പോകുമ്പോഴെങ്കിലും നിനക്കൊന്ന് മുണ്ടുടുത്തൂടേടാ. അത് ശരിയാണല്ലോ. സോറി മാമ. അച്ഛാ, പതുക്കെ പറയ്. അച്ഛനും ജീൻസിലാണ്. എവിടെ? പൊളിച്ചു മഞ്ജു. അതാണ്. എന്നാലും ഞാന് ജുബ്ബ ഇട്ടിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞു തൽക്കാലം രക്ഷപ്പെടാട്ടാ. ഓക്കെ. നീ കുളിച്ചോടാ. പിന്നെ കുളിക്കാണ്ട് ആരെങ്കിലും അമ്പലത്തിൽ പോവോ? അച്ഛൻ പിന്നെയും ചമ്മി. അത് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല കേട്ടാ. USA-ലും UK-ലും വളർന്ന ഇവന് കുളിക്കണം എന്നൊക്കെ അറിയാവോന്ന് ആർക്കറിയാം? എന്നാ മാമനോട് ഞാനൊരു കാര്യം പറയട്ടെ. എന്താ? US-ലും UK-ലും ഒക്കെ ആളുകൾ കുളിക്കാറുണ്ട്. അച്ഛാ, ഇതിന് അച്ഛനൊരു മറുപടി കൊടുക്കാൻ പറ്റുണ്ടാ? എന്താടിയെ? പെട്ടെന്ന് പറഞ്ഞോളൂ. നിർത്തിയങ്ങ് അപമാനിക്കുവാണല്ലേന്ന്. രാവിലെ പിള്ളാടേന്ന് കിട്ടാനാണല്ലോ യോഗം. ഞാൻ രാവിലെ ആരെക്കണി കണ്ട് എഴുന്നേറ്റോ ആവോ. ആ കല്ലൂനെ ഐഷുനെ ഒന്നും കാണുന്നില്ലാലോ. മാമൻ സബ്ജക്ട് മാറ്റി മഞ്ജുവേ. എനിക്ക് മനസ്സിലായി. മഞ്ജു, നീ പോയിട്ട് അവര് രണ്ടുപേരും പെട്ടെന്ന് വിളിച്ചിട്ട് വാ. ചെല്ല്. എന്നെ ഓടിക്കുവല്ലേ? ഞാൻ പോയേക്കാം. അശ്വിൻ, നീയും കൂടി വേണമെങ്കിൽ ചെന്നോളൂ. എനിക്ക് വേണമെന്നില്ല. എന്നാലും ചെന്നോളൂ. ഇവള് പോയാ പോരെ? ഞാൻ എന്തുടന എസ്കോട്ട് പോണോ? അങ്ങനെ വേണ്ട അല്ലേ? എന്നാ വേണ്ട. അതെ, അടുത്ത കാലത്ത് നിനക്ക് കുറച്ച് തగ్గടി കൂടുതലുണ്ട് കേട്ടാ. അതങ്ങ് നിർത്തിയേക്കണം. ഇല്ലെങ്കിൽ സ്നേഹയുടെ കാര്യത്തില് എനിക്ക് മാറ്റി ചിന്തിക്കേണ്ടി വരും. ആഹാ, അപ്പൊ ബ്ലാക്ക് മെയിൽ ചെയ്യാണല്ലേ? അങ്ങനൊന്നല്ല. നിനക്ക് അവളെ കെട്ടണമെങ്കിൽ മതി. എന്റെ സപ്പോർട്ട് വേണമെങ്കിൽ മതി. അതെ, മാമന്റെ സപ്പോർട്ട് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ അവളെ കെട്ടും. എന്തുട്ട്? മാമന്റെ സപ്പോർട്ട് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ അവളെ കെട്ടും. അതെ, ഞങ്ങള് കാരണവന്മാരൂടെ ഒക്കെ തീരുമാനിക്കണം. അതിനേക്കാളും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറെ രണ്ടുപേരുണ്ട്. അതാരാണ് അപ്പൊ ഞങ്ങളെക്കാളും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ടുപേര്? ഐഷു മഞ്ജുവോ? അല്ല, ഞാനും സ്നേഹയും കെട്ടണത് ഞങ്ങൾ രണ്ടുപേരല്ലേ? ഈ ചെക്കന്റെ കൗണ്ടറടി കൊണ്ട് ഒരു രക്ഷയില്ലല്ലോ. ഒന്ന് കേറ്റി പിടിക്കാം. ദേ, കൂടുതൽ മൂച്ചെടുത്താളുണ്ടല്ലോ, ഞാൻ കല്യാണിയോട് പറയും. എന്നാ മാമൻ പോയി പറയും. എന്തുട്ട്? അത്രയ്ക്ക് ധൈര്യം? ആഹാ, എന്നാ ഞാൻ പറഞ്ഞിട്ടുമേ കാര്യം. കുഴപ്പമായോ? മാമൻ ഇനി പോയി പറയൂ. പറഞ്ഞു പോയി. ഇവൻ എന്നെ തിരിച്ചു വിളിക്കണമില്ല. ഇനിയിപ്പൊ ഞാൻ എന്തുട്ടാ ചെയ്യാ? അവളോട് പറയുകയാണെങ്കിൽ ആകെ പ്രശ്നാവും. ഇതിനൊക്കെ കൂട്ടുനിന്നോന്ന് പറഞ്ഞാൽ എന്നെ കൂടി പൊരിക്കും. ചെക്കനൊന്ന് വിളിക്കാൻ തോന്നിയാ മതിയായിരുന്നു. മാമ ഒന്ന് നിക്കുവോ? രക്ഷപ്പെട്ടു. എന്തേ? അല്ല, മാമനിപ്പോ മാമിയോട് പറയാൻ പോണ്ടാട്ടാ. അല്ല, പറയാൻ കുറച്ചു മുമ്പേ നീ തന്നെയല്ലേ പറഞ്ഞത്? എന്നാലും വേണ്ട പ്ലീസ്. നീ ഇത്രയ്ക്ക് അങ്ങോട്ട് താന്നോണ്ടാണ്. ഇല്ലെങ്കിൽ ഞാൻ ഇപ്പൊ പോയി പറഞ്ഞേനെ. താങ്ക് യു മാമ. രക്ഷപ്പെട്ടു. അല്ല, മാമനെ തുണ്ണ ചിരിക്കണേ? എനിക്കെന്താ ചിരിക്കാൻ പാടില്ലേ? അതെ, മാമിയും കുട്ടിയോളും വന്നൂലോ. എവിടെ? പറയട്ടേടാ. അയ്യോ പ്ലീസ്, വേണ്ട മാമ. ചുമ്മാ അവനൊന്ന് വട്ടളക്കാൻ. ഇത്രയും നേരം എന്നെ ഇട്ടിളക്കിയതല്ലേ. കല്ലുവേ, നീ വീട് പൂട്ടിയോ? അപ്പൊ പോയാലോ കുട്ടിയോളെ? ആഹാ, നാക്ക് തിരിയാത്തപ്പോ എന്റെ തലക്കിട്ടൂലേ? ഓക്കെ, എന്നാ ഞാൻ വിളിക്കാം. ഹായ് ഡ്രമേറിയൻസ്. അപ്പോ എല്ലാവർക്കും കുഞ്ഞിക്കാട്ടുന്റെ ജന്മാഷ്ടമി ആശംസകൾ. ചാനല് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേട്ടാ. കാണുന്നതിൽ 90% ആളുകളും സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണണത്. അപ്പൊ എല്ലാരും വായോ, നമുക്ക് അമ്പലത്തേക്ക് പോവാം.